അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ കല്ലുമ്മക്കായ് നിറച്ചത് ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ ഇന്ന് കല്ലുമ്മക്കായുടെ തന്നെ ഒരു റോസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. കല്ലുമ്മക്കായ കൊണ്ട് ഒരു റോസ്റ്റ്, അതായത് ബീഫ് റോസ്റ്റ്, ചിക്കൻ റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ നമ്മൾ കല്ലുമ്മക്കായ കൊണ്ടുവന്ന് കഴുകിയും പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോയിലോട്ട് പോവാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, വെൽക്കം ബാക്ക്. അമ്മമ്മേ കളഞ്ഞ്, കാരണം ഇത് കല്ല് പിടിച്ചിരിക്കുന്ന കാരണം ഇതിന്റെ ഫുള്ള് പൂപ്പല് നമ്മളെ കയ്യിലാക്കണ്ട, അവിടെ നിന്നാൽ മതി. അപ്പൊ നമ്മളുണ്ടല്ലോ ഇനി ഇത് ആവിൽ വെക്കാം അല്ലേ അമ്മമ്മേ? ആവിൽ വെക്കും. ആവിൽ ഇത് ഒരു ഇഡ്ലിച്ചമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇത് തുറക്കാൻ വേണ്ടിയിട്ടില്ലേ വെച്ചിട്ട് നമുക്ക് ഇതിലോട്ട് നമ്മുടെ കക്ക, കഴുകി വെച്ച കക്ക ഇതിലിട്ട്, കാരണം ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വേഗം ഇത് തുറന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇറച്ചി കിട്ടും അല്ലേ? തുറന്ന് പൊളന്നിട്ടോ നോക്കാലോ. മതിയാ? മതിയില്ലേ? എത്ര പൊളന്നാ മതിയില്ലേ? അപ്പോൾ നമ്മളുണ്ടല്ലോ കുറച്ച് കല്ലുമ്മക്കായ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് റോസ്റ്റ് ആക്കാൻ വെച്ചതാ. അത് കാരണം ഇതുണ്ടല്ലോ, ഇതുണ്ടോ നല്ല രീതിയിൽ പൊളന്നിട്ട് ഈ ഇറച്ചി ഇങ്ങനെ വേറെ കാണാൻ പറ്റും. ഇതുണ്ടോ, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി എടുക്കുക, വേഗം മസാല കയറ്റി റോസ്റ്റ് ആക്കാൻ പറ്റും. നേരത്തെ നമ്മൾ കല്ലുമ്മക്കായ നിറയ്ക്കുന്നതിന് നല്ല രീതിയിൽ ഇത്രത്തോളം വേവിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് നിറയ്ക്കാൻ പറ്റത്തില്ല, കാരണം ഇത് ചുരുങ്ങി പോകും. കേട്ടോ, ഇങ്ങനെ വിട്ട് വരാൻ പാടില്ല നമ്മൾ നിറയ്ക്കുന്നതിൽ. ഇതിപ്പോൾ നമ്മൾ റോസ്റ്റ് ആക്കുന്ന കാരണമാണ് നമ്മൾ ഇത്രയും ഇത് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ വെന്തുണ്ട്. ഇത് കുറച്ച് നേരം കൂടെ വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് എടുത്തിട്ട് ഇതിന് വൃത്തിയാക്കാം. നമ്മൾ ഉണ്ടല്ലോ കല്ലുമ്മക്കായ റോസ്റ്റ് ചെയ്യാൻ പോകണം. ഇപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആദ്യം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കല്ലുമ്മക്കായനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. കല്ലുമ്മക്കായ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ വേവിച്ച് റെഡിയാക്കി ഇത്തിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അത് നമുക്കൊന്ന് എണ്ണയിലിട്ട് നല്ല രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഓവർ ഫ്രൈ ആക്കണ്ട, ഡീപ്പ് ഫ്രൈ ആക്കണമെന്നില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് നമുക്ക് ബാക്കി മസാല ചേർത്താം. അപ്പോൾ അതുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഓവർ ഡീപ്പ് ഫ്രൈ ആക്കുന്നില്ല നമ്മൾ, കാരണം ഓവർ ഡീപ്പ് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഭയങ്കര ഇത് ചൗന്നുണ്ടാവും. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ വേവിച്ചത് കാരണം അത്രയും നമ്മൾ ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട്. ഓഫ് ചെയ്യാം. കുറച്ച് വെളുത്തുള്ളി, ഒരു 3-4 വെളുത്തുള്ളി, ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ട് കുറച്ച് ഇഞ്ചി, ഇതൊന്ന് നല്ല രീതിയിലൊന്ന് മൂക്കട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആ വെളിച്ചെണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കുമ്പോഴൊരു സ്മെല്ല്, പൊന്നോ, എണ്ണ കൂടുതലാവും തോന്നുന്നുണ്ട്. നമ്മൾ ഒരു ചെറിയുള്ളി, ഒരു 4 ചെറിയുള്ളി ചതച്ച് വെച്ചാണേ. പിന്നെ അതേപോലെ ഒരു 4 പച്ചമുളക്, അതും കൂടെ ഇട്ട് നല്ല രീതിയിലൊന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളൊരു 3 ഉള്ളി നല്ല നൈസായിട്ട് വെട്ടി വെച്ചോ. അപ്പോൾ അതൊന്ന് ഇത് കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വിറകടുപ്പായത് കാരണം പെട്ടെന്നാവുന്നുണ്ട്. നമ്മൾ എന്ത് കുക്ക് ചെയ്യുമ്പോഴും വിറകടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമ്മൾ ഈ ഗ്യാസിൽ വെക്കുന്നതിനെക്കാട്ടിയും ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് ആക്കിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വാടി കിട്ടും. ഉള്ളി ഒന്ന് വാടി നല്ല രീതിയിലൊന്ന് വാടി വരട്ടെ. അപ്പോൾ നമ്മളുണ്ടല്ലോ ഇതിലോട്ടൊരു 3 തക്കാളി വെട്ടി വെച്ചിട്ടുണ്ട്. ഉള്ളി നല്ല രീതിയിലായിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഒന്ന് ഇട്ടിട്ട് ഇതിനൊന്ന് മസാല നല്ല വിറകായത് കാരണം വിറക് കാലിലോട്ട് വരുന്നു. അടിപൊളി അടുപ്പാ, നല്ല ചൂടുണ്ട്. അടുപ്പിൻ്റെ ചൂട് കൂടി ആകുമ്പോൾ നല്ല ഉരുകലാണ്. അപ്പോൾ നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഉടഞ്ഞു. അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളി ഉണ്ടല്ലോ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് ഗരം മസാല, ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, അതൊക്കെ കൂടി ഇട്ടിട്ടേ, പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ഒക്കെ കൂടി ഇട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലോട്ടുണ്ടല്ലോ നമ്മൾ കുറച്ച് കറുവേപ്പിൻ്റെ ഇലയും കുറച്ച് മല്ലിയിലയും മസാലയൊക്കെ പിടിച്ചിട്ട്
എന്താ മണറിയോ അടിപൊളി. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കല്ലുമ്മക്കായ അതിനതിലോട്ട് കൊട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും നമ്മുടെ പരിപാടിയുള്ളൂ. ഇതിലോട്ട് കുറച്ചുകൂടെ കറുവപ്പൻ്റെ ഇലയും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടിപൊളി. എന്താ സ്മെല്ലറിയോ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഇറക്കി ഇനി നമുക്കിനി എന്തായാലും ഒന്ന് ടേസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ സാധനം കല്ലുമ്മക്കായ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് നോക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ. നോക്കിയതോ. അപ്പോൾ ഗൈസ് നമ്മളുണ്ടല്ലോ കല്ലുമ്മക്കായ റോസ്റ്റൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അമ്മമ്മയുണ്ട്, അമ്മമ്മ കൊണ്ട് നമ്മൾ ടേസ്റ്റ് നോക്കിപ്പിക്കാം എന്താണ് എങ്ങനെ ഉണ്ടെന്നുള്ളത്. അമ്മമ്മ നോക്കിയേ. ആ കഴിച്ചോ. നന്നായിട്ട് സൂപ്പറായിട്ടാ. ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാ? നമുക്ക് ടേസ്റ്റ് നോക്കാം അല്ലേ. എന്തായാലും നമ്മളാദ്യമായിട്ട് ഫ്രൈ ഗോകുലേ ഗോകുലും അറിയും സാധനം എങ്ങനെയുണ്ടെന്നുള്ളത്. അടിപൊളിയായിട്ടാ. അപ്പോഴേക്കുണ്ടല്ലോ ഇതാ ഒരാൾ ഇവിടെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. മോട്ടി എങ്ങനെയുണ്ട്? സൂപ്പറായിട്ട് ഇഷ്ടമായി നിനക്ക്? അപ്പോൾ ഗൈസ് ഇഷ്ടമായിട്ട് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടല്ലോ കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. വീണ്ടും കാണുന്നവരെ ബൈ ബൈ.